UDF സർക്കാർ കാട്ടിക്കൂട്ടിയതിനെല്ലാം കണക്കു പറഞ്ഞു തുടങ്ങി. ഇന്നലെ ബംഗളൂരു കോടതിയിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് കുരുക്ക് വീണു. അന്ന് ഔദ്യോഗിക പദവിയിലിരുന്ന് അനൗദ്യോഗികമായി സഹായിയായ ശങ്കർ റെഡ്ഡിക്ക് ഇന്നിതാ കുരുക്ക്. പരാതികൾ പൂഴ്ത്തിയതിന് അന്വേഷണം. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ പോലും ആരെയും കണ്ടില്ല. യുവ നേതാവ് VT ബൽറാമും ഒളിയമ്പുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ആരോപണങ്ങളെയെല്ലാം ശരിവെക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളും പറയുന്നു. എന്നിട്ടും കോൺഗ്രസുകാർക്ക് മറുപടിയില്ലേ? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. CPIM-ന്റെ മുതിർന്ന നേതാവ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, വീക്ഷണം പത്രത്തിലെ J. അജിത് കുമാർ, ഒപ്പം KVS ഹരിദാസ്, ഒപ്പം ജേക്കബ് ജോർജ് എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സരിതയും പരാതിക്കാരനായ പായിച്ചറ നവാസും ടെലിഫോണിലും നമ്മോടൊപ്പം ചേരും. ആദ്യം ഇന്നത്തെ സംഭവ വികാസങ്ങൾ കാണാം. സോളാർ കേസിൽ DGP N. ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം. വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. നവംബർ 5-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശവും. ഇത് കാണാം ആദ്യം വാർത്ത. സോളാർ പദ്ധതിക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1.5 കോടിയിലേറെ രൂപ കോഴ കൊടുത്തു എന്ന് സരിത എസ് നായർ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ശിവരാജൻ കമ്മീഷന് മുമ്പാകെയും മാധ്യമങ്ങൾക്ക് മുമ്പാകെയും സരിത നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ 6ഓളം പരാതികളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന N. ശങ്കർ റെഡ്ഡിക്ക് ലഭിച്ചത്. എന്നാൽ പരാതികളിൽ അന്വേഷണം നടത്താതെ അദ്ദേഹം 6 മാസത്തിലേറെ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ പായിച്ചർ നവാസ് എന്ന വ്യക്തി തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. നവംബർ 5-നകം വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ശങ്കർ റെഡ്ഡി സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയതായിട്ടുള്ള വാർത്ത പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് പ്രതികരിച്ചത്. എന്നാൽ വിധിക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ വാർത്ത കൂടി സോളാറിന്റെ ബാക്കി പത്രമായി നമുക്ക് കാണാം. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതെന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ വാദം കേൾക്കാതെയാണ് കോടതിയുടെ വിധിയെന്ന ഉമ്മൻചാണ്ടിയുടെ മറുപടി സ്ഥാനത്തിന് നിരക്കാത്തതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ വാദം കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നൊരു പ്രസ്താവനയല്ല. എന്നാൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കോടതി വിധിക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാരും പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും യുവ MLA ആയ VT ബൽറാം പ്രതികരണവുമായി രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് വഴിയാണ് ബൽറാം തന്റെ പ്രതികരണം അറിയിച്ചത്. പൊതുരംഗത്ത് സംശുദ്ധമാകണമെന്നും ക്രിയാത്മകമായ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന് പുറത്ത് വിചാരണ നടന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെട്ടതെന്ന് സോളാർ കേസ് പ്രതി കൂടിയായ സരിത എസ് നായർ പ്രതികരിച്ചു. എത്ര സമർത്ഥമായി തെളിവുകൾ ഇല്ലാതാക്കിയാലും ദൈവത്തിന്റെ കയ്യൊപ്പ് അതിനുണ്ടാകുമെന്നും സരിത പറഞ്ഞു. മനസ്സിനകത്തുണ്ട്, പക്ഷേ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എവിടെയുണ്ട്? ഏത് ക്രൈമിനകത്താണെങ്കിലും ദൈവത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. സോളാർ കേസിൽ VS-ന് പരാതി നൽകാൻ എത്തിയപ്പോഴായിരുന്നു സരിതയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്. സോളാറിന്റെ ബാക്കി പത്രങ്ങൾ ദഹനക്കേടുകളായി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയെ സഹായിച്ചവരെയും പിന്തുടരുമ്പോൾ വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, J. അജിത് കുമാർ, ജേക്കബ് ജോർജ്, ഒപ്പം KVS ഹരിദാസ്, സരിത പായിച്ചറ നവാസും ടെലിഫോൺ ലൈനിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ശ്രീ ജേക്കബ് ജോർജിലേക്ക് ആദ്യം നിഷ്പക്ഷമായൊരു രാഷ്ട്രീയ നിരീക്ഷണം ഷാർപ്പായി ആവശ്യമുണ്ട് ചർച്ചയുടെ തുടക്കത്തിലുള്ള ഊർജത്തിന്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങൾ ഓരോന്നോരോന്നായി പൊങ്ങി വരികയാണ്. എല്ലാം നിഷേധിച്ചു. മനസാക്ഷിയുടെ കൂട്ടിൽ, കോടതിയുടെ കൂട്ടിൽ. ഈ അടുത്തിടെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ എണ്ണി പറഞ്ഞു, അവസാനം മനസാക്ഷിയുടെ കൂട്ടിൽ എന്ന് ഞാൻ പറയില്ല, എൻ്റെ സർക്കാർ പറയില്ല എന്ന്. പക്ഷേ ഇവിടെ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അനുദിനം കുരുക്കുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഉമ്മൻചാണ്ടി, അന്ന് അനൗദ്യോഗിക സഹായം ചെയ്ത ശങ്കർ റെഡ്ഡി. അല്ല, ഉമ്മൻചാണ്ടിയുടെ കാര്യം കോടതിയിൽ ഉള്ള കേസാണ്. അത് രാഷ്ട്രീയമായിട്ട് ഉമ്മൻചാണ്ടിക്ക് അത് ദോഷം ചെയ്തു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല UDF-നും കോൺഗ്രസിനും ഒക്കെ ക്ഷീണമാണ്. തീർച്ചയായിട്ടും ഒരു കോടതി വിധിയാണ്. ആ വിധിയെ ആ തലത്തിൽ തന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് നാളെ ഉമ്മൻചാണ്ടി അതിന് എതിരെ അപ്പീൽ കൊടുക്കാം.
അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷെ താൻ കണ്ടില്ല, തൻ്റെ ഭാഗം കേട്ടില്ല, ഒരു ഏകപക്ഷീയമായ വിധിയാണ് എന്ന് ഉമ്മൻചാണ്ടിയെ പോലൊരാൾ പറഞ്ഞതിൽ ഔചിത്യം അടക്കം നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അതെ, അല്ല അങ്ങനെ ഇതുപോലെ ഒരു കേസ് വരുമ്പോൾ, അതിൻ്റെ സമൻസ് വരുമ്പോൾ അദ്ദേഹം കണ്ടില്ല എന്ന് പറയുമ്പോൾ, അത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്യുമായിരുന്നില്ലേ? ആരാണെങ്കിലും ഒരു സാധാരണക്കാരാണെങ്കിൽ. സരിത തന്നെ സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലം ബംഗളൂരു കോടതിയിൽ ഇരിക്കുന്നു എന്ന്, അദ്ദേഹം അഭിഭാഷകനെ നിയോഗിച്ചുവെന്ന്, എന്നിട്ടും ഇത് ഏകപക്ഷീയ വിധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആരോപണം. അഭിഭാഷകൻ എന്ത് ചെയ്യായിരുന്നു? ആ അഭിഭാഷകൻ എന്ത് ചെയ്യായിരുന്നു? അതാണ് ചോദ്യം. അതൊക്കെ വക്കീൽ ഫീസ് കൊടുത്ത് കാണുകയല്ലേ? അപ്പോഴെന്തൊക്കെയാണെങ്കിലും അല്ല, അജിത് വല്ലതും പറയാനുണ്ടോ? ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ രാഷ്ട്രീയം മാത്രമല്ലാതെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഒരു കേസുണ്ടല്ലോ. ഈ ഒരു കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ആ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോടതിയിൽ ഈ കേസ് കൊടുത്ത വാദിയും കുരുവിള എന്ന് പറയുന്ന ആളും കുറേ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഉമ്മൻചാണ്ടി എന്താണ് മറുപടി? കോടതിയിൽ നിന്ന് മറുപടി കൊടുക്കുന്നു. കേരള സമൂഹത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിഴിഞ്ഞത്. ആ സ്ഥാനം അദ്ദേഹം ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് കേൾക്കാൻ കേരള സമൂഹത്തിനും ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അജിത്ത് എന്താ പറയാൻ ഞാൻ വന്നത്? തീർച്ചയായും അങ്ങ് പറഞ്ഞ ആ കാര്യത്തോട് എനിക്ക് നൽകാൻ രേഖപ്പെടുത്തേണ്ടി വരുന്നു സങ്കടമുണ്ട്. അതായത് പിന്നെ ആദ്യം തന്നെ ഒരു വിഷ്വൽ കാണിച്ചു നമ്മുടെ ശ്രീമതി സരിത എസ് നായരുടെ. ഒരു പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടായോ ആ സരിതയുടെ സോളർ? തീർച്ചയായും പറഞ്ഞോളൂ. ആ സരിത നായർ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ട് വന്നതും ഇത്രയും കാലം നമ്മുടെ മാധ്യമങ്ങളും കേരള സമൂഹവും ചർച്ച ചെയ്തതും അതിന്റെയൊക്കെ അനന്തര ഫലമായിട്ട് UDF ഭരണം നഷ്ടപ്പെടാനിടയായ കാരണങ്ങളിൽ ഒന്നായതുമൊക്കെയായ ആ വിഷയത്തിലാണോ ഇന്നലെ ബാംഗ്ലൂർ കോടതി ഉമ്മൻചാണ്ടിക്കെതിരെ വിധി പറഞ്ഞത്? അത് നമുക്കൊരു തെറ്റിദ്ധാരണ വേണ്ട, അതിലല്ല. പിന്നെ സരിതായസ് നായരുടെ കേസ്, സരിതായസ് നായരും ബിജു രാധാകൃഷ്ണനൊക്കെ ഉൾപ്പെട്ട ആ കേസിലല്ല അരുൺഷാദ് ഈ കേസ് വിധി വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, കുരുവിള ഏത് കേസാണ്? മാധ്യമങ്ങൾ വല്ലാണ്ട് തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട് ഈ കാര്യത്തിൽ. കുരുവിള ഏത് കേസിലെ പാർട്ടിയാണ്? മല്ലേലിൽ ശ്രീധരൻ നായർ. സരിത അല്ലല്ല അതിനകത്ത് തെറ്റിദ്ധാരണയുമായി മുമ്പോട്ട് പോകാനാകില്ല. അതായത് സരിത ആദ്യം ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തായിരുന്നു. ശിവരാജൻ കമ്മീഷൻ വരുന്നത് വരെയും ഉമ്മൻചാണ്ടിയുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ച ആളാണ് സരിത. ആ സരിതയിൽ കുടുങ്ങിയതാണ് മല്ലേലിൽ ശ്രീധരൻ നായരും കുരുവിളയും. ഭാവി നിയം പറഞ്ഞില്ല. അല്ല, ഈ കേസിനകത്ത് രാഷ്ട്രീയമായിട്ട് അത് പെട്ടെന്ന് ഉമ്മൻചാണ്ടിക്കേറ്റ ഒരു കനത്ത പ്രഹരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. നാളെ ഉമ്മൻചാണ്ടിയുടെ ഭാവി ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട. നമ്മൾ മാധ്യമങ്ങളെ പറ്റുന്ന തെറ്റിദ്ധാരണകളാണ് അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾക്ക് അവസരമുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് അതെ, തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജിലേക്ക് പോയത്. അല്ല, ഇനി ഞാൻ ഒരു കാര്യം കൂടെ. രണ്ടാമത്തെ ശങ്കർ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു. നമ്മളെ ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ വന്ന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് സാവകാശമില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അന്വേഷിച്ചു. ഈ പരാതിക്കാരൻ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ അകത്ത്. എൻ്റെ അറിവ്, എൻ്റെ ചെറിയ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ അറിവ്, ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്കെതിരെ പറയുന്ന അദ്ദേഹമൊക്കെ ഈ പരാതികളൊക്കെ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ്. പിന്നീട് അത് ഹൈക്കോടതി ക്വാഷ് ചെയ്യുകയും ചെയ്തു. അതായത് ഇതിൻ്റെ അന്വേഷണം നടത്തേണ്ടതില്ല എന്ന് ഹൈക്കോടതി ഒരു ഉത്തരവുണ്ടത്രേ. ആ ഉത്തരവ് പ്രകാരമാണ് ഈ കേസുകെട്ടുകൾ ബന്ധപ്പെട്ട സെക്ഷനിൽ കിടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താണെന്ന് സത്യാവസ്ഥ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. തീർച്ചയായും ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതായത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നിരീക്ഷണം നമുക്ക് ശങ്കർ റെഡ്ഡിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഉമ്മൻചാണ്ടിയിലേക്ക് പോയേ മതിയാകൂ. ഉമ്മൻചാണ്ടിയുടെ ഇന്നലത്തെ കേസ് ഒരുപക്ഷെ വേണ്ടവണ്ണം ഉള്ളൊരു ചർച്ച. ഇന്ന് പോലും കോൺഗ്രസ് നേതാക്കന്മാരാരും അതേ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി ന്യായീകരിക്കാൻ രംഗത്തെത്തിയിട്ടില്ല. VT ബൽറാം എന്ന യുവ നേതാവ് പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, സംശുദ്ധമായിരിക്കണം രാഷ്ട്രീയ ജീവിതമെന്ന്. എന്താണ് ഉമ്മൻചാണ്ടി കോൺഗ്രസിനുള്ളിൽ നേരിടുന്നത്? അതേ സംബന്ധിച്ച് പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ കേരളത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണം കോൺഗ്രസ്സിന് തന്നെ, അതിൻ്റെ KPCC പ്രസിഡന്റിന് തന്നെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഴിമതിയും ജീർണതയും ഉണ്ടായിട്ടുണ്ട് എന്ന്
വസ്തുതാപരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. കത്ത് പോലും അയച്ചു. അതായത് അഴിമതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടത് ഇപ്പോഴുള്ള ഈ പരിസ്ഥിതിയിലുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രം. ജയരാജൻ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അവർ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചല്ലോ. മുമ്പ് തന്നെയുള്ള, അതായത് UDFൻ്റെ കാലത്തുള്ള അഴിമതിയെ സംബന്ധിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിനും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ കോൺഗ്രസും AK ആന്റണി പറയുന്നത് പോലെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന കാര്യം ആരും മറക്കണ്ട. അപ്പം ഞങ്ങളാരും പറയുമ്പോഴാണ് കോൺഗ്രസ് വലിയൊരു ഒരു പശ്ചാത്തലത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ചിലർക്കെല്ലാം അങ്ങനെ മാർക്സിസ്റ്റുകാരൻ പറയാൻ പാടുണ്ടോ എന്ന് തോന്നുക. പക്ഷേ പറഞ്ഞത് പറയാനുള്ള AK ആന്റണിയാണ്. AK ആന്റണി ഈ ജീർണതയെ സംബന്ധിച്ചെല്ലാം പല പ്രാവശ്യം കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വന്നിട്ടുള്ള ഈ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ രണ്ട് വിഭാഗമാണ്. പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വിള്ളലല്ല വന്നിട്ടുള്ളത്, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുകയാണ്. അങ്ങനെയാണ്, വെറും വിള്ളൽ മാത്രമല്ല ഉണ്ടായത്. അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർന്ന് എങ്ങനെയാണ് തടി രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃനിരയാകെ. ആ നേതൃനിരയാകെ ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കുമ്പോൾ ഒരു സംശയമില്ല, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ കളങ്കം പരസ്യപ്പെടുത്തപ്പെട്ട ഒരു വിധിയാണ് ഈ കോടതിയുടെ വിധി. ആ വിധിയിൽ എനിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്, സാധാരണ ട്രെയിനിൽ കയറിയതിന് ശേഷം ടിക്കറ്റ് എടുക്കേണ്ട കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സാധാരണക്കാരനോട് ഉപമിക്കാൻ ഞാൻ തയ്യാറില്ല. അങ്ങനെ അപ്പോൾ ശ്രീ KVS ഹരിദാസ്, താങ്കളിലേക്ക് എത്താമേ. ഒരു ചെറിയ കാര്യം, ശ്രീ ജേക്കബ് ജോർജിന് ചില ധൃതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ മാക്സിമം നമുക്ക് ചൂഷണം ചെയ്യാം. അതായത് കോൺഗ്രസിൽ രണ്ട് വിഭാഗം ആയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെ അല്ല, എയും ഐയും ഗ്രൂപ്പ് സമവാക്യമല്ല ഞാൻ ചോദിച്ചത്, സുധീര ഗ്രൂപ്പും അല്ല ചോദിച്ചത്. പക്ഷേ അത്തരത്തിൽ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഈ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് ആരുമില്ല എന്നതൊന്ന്. രണ്ട്, പ്രതിപക്ഷ ആരോപണം മാത്രമല്ല, ശങ്കർ റെഡ്ഡിയുടെ കാര്യം കൂടി കോടതി അന്വേഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇങ്ങനെ സ്ഥിതി കൂടുതൽ ഗൗരവവും നിഗൂഢവുമായി മാറുന്നു. അല്ല, ഉമ്മൻചാണ്ടിയുടെ കാര്യം നമുക്ക് ആദ്യം പറയാം. ഉമ്മൻചാണ്ടി വളരെ, എനിക്ക് തോന്നുന്നു, വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സ്ഥിതിയിലാണ് അദ്ദേഹം. ഇപ്പോൾ ഇന്നലെയാണ് വിധി വന്നത്. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ അവരുടെ നേതാവല്ലേ ഉമ്മൻചാണ്ടി. ഇത്രയും കാലം ഇപ്പോഴും കേരളത്തിലെ ഒന്നാം നമ്പർ നേതാവ് ഉമ്മൻചാണ്ടി തന്നെയാണ്, യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടി അത് കേസ് എന്തുമാവട്ടെ, കോടതി വിധി എന്തുമാവട്ടെ, അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ, അതിനകത്ത് സാങ്കേതികത്വമുണ്ടോ ഇല്ലയോ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ, അതും ഭരണത്തിൻ്റെ അകത്ത് ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു സംഭവത്തിന് വേണ്ടി കേസ് വന്നപ്പോൾ, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്ക് എത്തേണ്ടതായിരുന്നു, എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, AK ആന്റണി കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ ചില പ്രസ്താവനകൾ, അതും നമ്മൾ അകത്തേക്ക് കയറി നോക്കിയാൽ, വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കിയാൽ, അതും ശരിക്കും ഉമ്മൻചാണ്ടിക്കെതിരാണ്. BM സുധീരനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ആന്റണിയും സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു ചേരിതിരിവല്ല, പലതരം ഉൾപ്പിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു പിന്തുണ സമാഹരിക്കാൻ രാഷ്ട്രീയ നേതാവിന് വേണ്ടത് രാഷ്ട്രീയ പിന്തുണ തന്നെയാണ്. സ്വന്തം തട്ടകത്തിൽ കിട്ടുന്ന ഒരു പിന്തുണ, ആ പിന്തുണയോളം വലുതായിട്ടൊന്നുമില്ല. മറ്റ് സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, നിയമപരമായിട്ട് സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, മറ്റ് പാർട്ടികളിൽ നിന്ന് വെല്ലുവിളികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് സ്വന്തം തട്ടകത്തിൻ്റെ ബലമാണ്. ആ ബലം ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെടുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൂടി ഒഴിഞ്ഞ പശ്ചാത്തലമൊക്കെ, ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞത് സാങ്കേതികമായിട്ടല്ല, സാങ്കല്പികമായിട്ട് ഉമ്മൻചാണ്ടി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവ്. ഒന്നാമൻ തന്നെയാണ്, ആന്റണി പോലുമല്ല. കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ളത് ഉമ്മൻചാണ്ടി മാത്രമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഒന്നാമതല്ല, രണ്ടാമതല്ല, മൂന്നാമതല്ല, ഒരിടത്ത് നിർത്തേണ്ട എന്ന് ചില നേതൃത്വം, ഹൈക്കമാൻഡ് ഉൾപ്പെടെ തീരുമാനിച്ചുറപ്പിച്ച രീതിയിലാണ് കാര്യങ്ങൾ. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അദ്ദേഹം തന്നെ സ്വയം ചെയ്ത ചില ത്യാഗങ്ങളില്ലേ, അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് ആകാമായിരുന്നല്ലോ, അത് വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചതല്ലേ. ഇനി ഒരു പുനഃസംഘടന നടക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയിക്കൂടെ?
അദ്ദേഹം ഇതൊന്നും വേണ്ടെന്ന് വെച്ച് മാറി നിന്നാണല്ലോ. എന്തുകൊണ്ട്? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ ചുക്കാൻ പിടിച്ച ആളെന്നുള്ള രീതിയിൽ UDFന് പരാജയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കുരിശിൽ തറച്ചു കിടക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ കുരിശ് അജിത് ഷാദേ, ഞാൻ ആലോചിക്കുന്നതേ ഈ അജിത്ത് എവിടേക്കാണ് പറഞ്ഞു ചെല്ലുന്നത്? എവിടെയല്ല ബാബുജി, ഞാൻ അല്ല അദ്ദേഹം സ്വയം ഒരുപാട് സ്ഥാനത്യാഗങ്ങൾ ചെയ്തു. പ്രതിപക്ഷ നേതാവാകാമായിരുന്നു, ഘടകകക്ഷികൾ അത് ഒരുപക്ഷെ ആഗ്രഹിച്ചു. എന്റെ അജിത്തെ, കേരളത്തിലെ കോൺഗ്രസ് അടിപതറി താണു കിടന്ന് ജീവിശ്വാസം ഇല്ലാതെ പിടയുമ്പോ ഉമ്മൻചാണ്ടി രാജിവെക്കുക അല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? അന്ന് UDFനോടൊപ്പം ഉണ്ടായിരുന്ന ഇപ്പൊ പ്രത്യേക ബ്ലോക്കായി പോയ കേരള കോൺഗ്രസിലെ KM മാണി സാറോ അല്ലെങ്കിൽ ശ്രീ PK കുഞ്ഞാലിക്കോട്ടൊക്കെ ആഗ്രഹിച്ചത് ഉമ്മൻചാണ്ടി തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകണം ഒരു പക്ഷേ. അതൊന്നും വേണ്ട. ഇതിൻ്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കുറേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള കുറേ പേരെ ഒരുപക്ഷെ പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ ആക്കേണ്ടി വന്ന നമ്മൾ ഡൽഹി നാടകങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ അജിത്തെ. അപ്പോൾ അതിൻ്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തോണ്ട് ഇനി ഒരു സ്ഥാനവും വേണ്ടെന്ന് സ്വയം ഒഴിഞ്ഞതല്ലേ അദ്ദേഹം? അതിന് ഞാനൊരു ഒറ്റ ഉത്തരം പറയാം. ഒറ്റ ഉത്തരം ഇതേ ഉള്ളൂ. ഉമ്മൻചാണ്ടി പറയുന്നത് ഇതിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ഞാൻ സ്ഥാനമൊഴിയുന്നു, എനിക്ക് സ്ഥാനം വേണ്ട. അദ്ദേഹം സ്ഥാനമേൽക്കും. ഇതേപോലെ ഉമ്മൻചാണ്ടിയുടെ പാതയും വാക്കും പിന്തുടർന്ന് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് ഞാനും സ്ഥാനമൊഴിയുകയാണെന്ന് ചിലരൊക്കെ പറയട്ടെ. അതിനുള്ള ആർജവം ആര് കാണിക്കും? താങ്കളിലേക്ക് ആദ്യം എത്താനായില്ല, ക്ഷമിക്കുക. ശ്രീ KV ഹരിദാസ് പറഞ്ഞു വന്നപ്പോൾ ഒരു നാടൻ ഭാഷയിലെ ചൊല്ലാണ്, ദാ കിടക്കുന്നു ചട്ടിയും ചോറും. ഉമ്മൻചാണ്ടി കുരിശിൽ കിടക്കുന്ന ആ മഹാരൂപത്തോട് വരെ ഉപമിക്കുന്നു ഇവിടെ. അത്തരത്തിലേക്ക് ത്യാഗിയാകുന്നു ഉമ്മൻചാണ്ടി. പക്ഷേ കേസുകൾ ഓരോന്നായി എത്തുന്നു. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന പരാതികൾ അന്വേഷിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് മേശയ്ക്കുള്ളിലേക്ക് പരാതികൾ പൂഴ്ത്തിയതിന് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ, അന്നത്തെ വിജിലൻസ് ഡയറക്ടർക്കെതിരെയും ഇതാ കേസ് കോടതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ത്യാഗിയാണോ? അജിംഷാദെ, ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ ഇന്നലത്തെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ, എൻ്റെ വാദം കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല കേസിനെ കുറിച്ച് എന്നാണ്. നമ്മളൊക്കെ സാധാരണക്കാരാ. ഉമ്മൻചാണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതിന് ശേഷം തീവണ്ടിയിലും KSRTC ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുന്നേ. 1 കോടി ഉറുപ്പിക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കൊക്കെ എതിരായിട്ടാണ് 1 കോടി പോയിട്ട് 25,000 രൂപയുടെ കേസ് വന്നാൽ നമുക്ക് കിടന്ന് ഉറക്കം വരുമോ? കേസിൻ്റെ പിന്നാലെ നമ്മൾ നടക്കില്ലേ? 1 കോടി ഉറുപ്പിക ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്ത ഒരു കേസിൽ ഉമ്മൻചാണ്ടി വക്കാലത്ത് കൊടുത്തു. വക്കാലത്ത് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. പത്രിക സമർപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പത്രികയും സമർപ്പിച്ചു, വക്കാലത്തും സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോടതിയിലെ നടപടികൾ എനിക്ക് അറിയില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ നമ്മളിത് ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? കോടതി നടപടികളെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലെന്നാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഈ 1 കോടി ഉറുപ്പിക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഉമ്മൻചാണ്ടി അതിൽ 4ാമത്തെ 5ാമത്തെ കക്ഷിയാണ്. അദ്ദേഹം പത്രിക സമർപ്പിച്ചത് സ്വാഭാവികമായിട്ട് എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും. കാരണം അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് ഒരു വക്കീൽ ചെയ്യുള്ളൂ. അതും കോടതി നിരാകരിച്ചു എന്ന് വേണം നമ്മൾ ഈ വിധിന്യായത്തിലൂടെ വിലയിരുത്താൻ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കതിൽ പങ്കില്ല, ഞാൻ അറിഞ്ഞില്ല എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു കാരണവശാലും കേരള പോലുള്ള ഒരു സാക്ഷരതയുള്ള നാട്ടിൽ വില പോകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ആദ്യം തെളിവില്ല, പിന്നീട് യഥാർത്ഥ കോടതിയിലെത്തട്ടെ. അതിനുശേഷം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിഘണ്ടുവിൽ ഒരു വാക്ക് കൂടി, ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഭാഗം കേട്ടില്ല. ശ്രീ KVS, താങ്കൾ പറഞ്ഞത് വ്യക്തവുമാണ്. ഒരു കാര്യം കൂടി, അതായത് ശങ്കർ റെഡ്ഡിക്കെതിരെ പോലും അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടം, ശങ്കർ റെഡ്ഡിക്കെതിരെ പോലും അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടം, ബാർ കേസിലെ കേസ് ഡയറി തിരുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശങ്കർ റെഡ്ഡിക്കെതിരെ ഉണ്ട്. ഇപ്പോൾ ഇതാ സോളാർ കേസിലെയും പരാതികൾ പൂഴ്ത്തിയതിന്. ഇങ്ങനെ ഒരു കൂട്ടുകെട്ടായിരുന്നു ആ ഭരണം, UDF ഭരണം എന്നത് പ്രതിപക്ഷത്തിൻ്റെ കേവലം ആരോപണം മാത്രമല്ല എന്ന് കോടതി മുറികളിൽ തെളിയുമ്പോൾ ധാർമ്മികമായി എങ്ങനെയാണ് നമ്മൾ ചർച്ചയിൽ ഈ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അജിംഷാദെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ സോളാർ കേസ് ഉടലെടുത്ത സമയത്തൊക്കെ
കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിച്ച ഒരു നിലപാടുണ്ട്, നമ്മളത് മറന്നുകൂടാ, ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അത് സരിതയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട സോളാർ കമ്പനിയും അതിൻ്റെ ഇടപാടുകാരും തമ്മിലുള്ള തർക്കമായിരുന്നു. ഗവൺമെന്റിനോ സർക്കാരിനോ ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. ആ കേസല്ല, ആ കേസല്ല, അതിലൊരു റോളുമില്ല. ആ കേസല്ല ഇത്. ഇതാണ് സോണിയാഗാന്ധി മുതൽ ഇവിടെ VM സുധീരൻ വരെ ആന്റണി വരെ പറഞ്ഞു നടന്നിരുന്നത്. ആ വാദഗതിയാണ് ഇവിടെ പൊളിയുന്നത് ആദ്യമായിട്ട്. കാരണം ഇതിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാവുകയാണ്, കോടതി വിധിച്ചിരിക്കുകയാണ്. അതിൽ എക്സ്പാർട്ടി ആണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നിലയ്ക്ക് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ഈ സോളാർ കേസ് വന്നത് മുതൽ, സരിത കേസ് വന്നത് മുതൽ എടുത്തിരുന്ന നിലപാടുകൾ പരസ്യമായിട്ട് തള്ളപ്പെട്ടിരിക്കുന്നു. അവരതിനകത്ത് എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്ന്. സത്യത്തിൽ ഇവിടെ നിലപാട് പറയേണ്ടത് ഉമ്മൻചാണ്ടിയല്ല. ഈ ഇന്നിപ്പോൾ ഇതുവരെ ഉമ്മൻചാണ്ടിയെ ന്യായീകരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്, VM സുധീരനാണ്, AK ആന്റണിയാണ്. അവരാണ് ഈ സമയത്ത് നിലപാട് വ്യക്തമാക്കേണ്ടിയിരുന്നത്. അവർ ഒളിച്ചോടുന്നത് അവർക്ക് പറയാൻ മറ്റു അവരുടെ മുമ്പിൽ വാക്കുകളില്ലാഞ്ഞിട്ടാണ്. അതെന്താണ് കുമാർ ഒളിച്ചോടുന്നത്? രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇല്ലേ? ഉള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാകാം, ഉൾപാർട്ടി ജനാധിപത്യം ഒക്കെ ഉണ്ടാകാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഇത്രയേറെ വലിയൊരു ക്രൈസിസിലെത്തിയിട്ട് നിങ്ങളെ പ്രമുഖ നേതാക്കന്മാരാരും ഒരു പ്രതിരോധം തീർത്തില്ല? ഇന്ന് ഞാൻ പറയട്ടെ, ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച പ്രമുഖ നേതാക്കൾ പോലും പിന്നീട് മാറുകയാണ് ഉണ്ടായത്. അജിംഷാദ്, എനിക്ക് ആ കാര്യത്തിൽ വലിയ എന്നെ ഈ ചർച്ചയിൽ വിളിച്ചതിനും എനിക്ക് ആ ക്ഷണം സ്വീകരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു ചർച്ചയാണ് സത്യം പറഞ്ഞത്. പലപ്പോഴും വിഷയങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം ദാരിദ്ര്യം തോന്നുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബഹുമാന്യ ശ്രീ KVS കൊച്ചി സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയം. അങ്ങ് പോലും തെറ്റിദ്ധരിച്ചോ ഈ ബാംഗ്ലൂർ കോടതിയുടെ വിധി ഈ സരിതാ നായർ ഉൾപ്പെട്ട സോളാർ കേസാണെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചോ? ഞാൻ ഒരു കാര്യം കൂടെ പറയണു. ഗൂഗിൾ സെർച്ച് ചെയ്താൽ, സോളാർ എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ സരിതാ നായരെ മാത്രമേ കിട്ടത്തുള്ളൂ. ഗൂഗിളിൽ സോളാറിൻ്റെ അല്ല, കൃത്യമായിട്ട് ഞാൻ പറയുള്ളൂ. ഈ സൂര്യരശ്മി കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ച് ഒന്നും അതിനകത്തില്ല. യു സെർച്ച് ഗൂഗിൾ ആൻഡ് ടൈപ്പ് സോളാർ, വാട്ട് എമർജസ് ഇസ് സരിതാസ് ഫിഗർ ആൻഡ് ഹെയർ ഫ്രോഡ്. അതല്ല, ഈ സൂര്യൻ്റെ ഒരുപാട് അനന്തകോടി സാധ്യതകൾ ഇത് ചെയ്യാനുള്ള അതിനുവേണ്ടി താല്പര്യപ്പെട്ട ഒരു ഓന്ത്രപ്രണർ വന്നാൽ പോലും ഇതാണ് കിട്ടുന്നത്. അങ്ങനെയും ആ ഒരു സൂര്യഗ്രഹണം ബാധിച്ചോ ശ്രീ KVS? ഈ ബാംഗ്ലൂർ കോടതി വിധിയും ഈ പറഞ്ഞ അജിം പറഞ്ഞ പോലെ അല്ലെ ബൗജിം പറഞ്ഞ പോലെ ശങ്കർ റെഡ്ഡിയുടെ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യം ടോട്ടലി ഡിഫറെൻറ്റ്. ഈ ബാംഗ്ലൂർ കോടതി പറഞ്ഞത് ആ കുരുവിളയുടെ കേസിൽ അഞ്ചാം പ്രതിയായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സമൻസ് പോലും കിട്ടിയില്ല, അദ്ദേഹത്തിന് വക്കീലിനെ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് എക്സ്പാർട്ടിയാണ് വിധിയെന്ന് കോടതി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് ഇതൊരു ഭൂമി പിളർന്നു പോകുന്ന എക്സ്ട്രാക്ടറിംഗ് ആയിട്ടൊന്നും ഈ വിധിയിലില്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയോ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയോ ബാധിക്കുന്ന ഒന്നും ബാംഗ്ലൂർ കോടതി വിധിയിലില്ല. പിന്നെ നമ്മൾ ഈ ബാംഗ്ലൂർ കോടതി വിധിയും ഇപ്പോൾ കേരളത്തിലെ ഏതോ കോടതി വിജിലൻസ് ഡയറക്ടറായ ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് രണ്ട് പരസ്പരം ബന്ധപ്പെടുത്തുന്നത് പോലും അസംബന്ധമാണ്. അതായത് ഒരു അൺപാർലമെന്ററി ആയ വാക്ക് ഞാനെന്ന് പറഞ്ഞോട്ടെ, ഒരു ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ആ ഗർഭം എൻ്റേതല്ല, ഇത് വേറെ ആരുടെയാണ് എന്ന് പറയുന്നത് പോലെയാണ്. ആ കേസുമായിട്ട് ഇതൊരു ബന്ധമില്ല. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഇതിൽ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാംഗ്ലൂർ കോടതിയുടെ വിധി അനുസരിച്ച് 1,60,00,000 ഉറുപ്പിക തിരിച്ചടക്കേണ്ടുന്ന കൂട്ടത്തിലെ 5ാമത്തെ പ്രതിയാണ്. ഇപ്പോൾ കേവലം പ്രതി മാത്രമല്ല, 5ാമത്തെ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഇത് വളരെ ലളിതമായ കാര്യമാണ്. ഏത് കേസ് എന്നുള്ളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു കഴിഞ്ഞ കാലത്ത് ഈ കേരളത്തിൽ ഭരണം നടത്തിയ മുഖ്യമന്ത്രി, ഇത് വാമിംഗ് അപ്പാണ്. വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യായാമമല്ല, മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശരീരത്തെ ഒന്ന് ശരിയാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വാമിംഗ് അപ്പ്. അതിപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി വരാൻ പോവാണ്. ആരെല്ലാം ന്യായീകരിക്കാൻ പുറപ്പെട്ടാലും ഈ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ കൂട്ടാളികളായിട്ട് മുഴുവൻ ജീർണതക്കും വിധേയപ്പെട്ട ഇവരെയും ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആരും രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയും ചെയ്യില്ല. ഇനി കമ്മീഷൻ റിപ്പോർട്ട് ഇവർ തന്നെ നിശ്ചയിച്ച കമ്മീഷനാണല്ലോ, ഇവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും. ആ മുന്നണിയാണ് ഗവൺമെൻറ്റായി തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് വെറുതെ മേശപ്പുറത്ത് വെക്കുകയല്ല. ആ മേശപ്പുറത്ത് വെക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേലെ നടപടി ഉണ്ടാവും. ആ നടപടിയുമായിട്ട് മുമ്പോട്ടേക്ക് പോയാൽ ഈ കേരളത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വക്താവ് എന്ന് നമ്മളെല്ലാം പറയുന്നത് ഇപ്പോഴും അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം അഴിമതിയുടെ കഥകളാണ്, ജീർണതയുടെ കഥകളാണ് പുറത്ത് വരാൻ പോകുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്ത ഘട്ടത്തിലൊക്കെ പത്രം വായിച്ച മുഴുവൻ ആൾക്കും അറിയാലോ. നമ്മളിപ്പം വേറെ അതിനുള്ളിൽ പോയിട്ടൊന്നുമല്ല. അന്നത്തെ എല്ലാം ഉമ്മൻചാണ്ടിനെയൊക്കെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിധിയും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നിരവധി വിധികളും കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതുപോലെ തന്നെ ആ ഗവൺമെൻറ്റിൻ്റെ ബാർ കോഴ ഉൾപ്പെടെ നിരവധി കേസുകളുടെ കൃത്യമായി LDF എന്താണോ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്ന് അടിവരയിട്ട് ഈ രാജ്യം കേൾക്കാൻ പോവാണ്, ഈ രാജ്യം മനസ്സിലാക്കാൻ പോവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അതാണ് ബംഗളൂരു കോടതി വേണ്ട, കേരളത്തിന് പുറത്തായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ വന്നതെന്ന് സരിത പ്രതികരിച്ചു. ചില ദൈവത്തിൻ്റെ കയ്യൊപ്പും എന്നൊക്കെ സരിത പറയുകയും ചെയ്തു. അതൊന്നും വേണ്ട, ഇവിടെ ഇനി വരാനിരിക്കുന്ന പുകലുകൾ കേട്ടത് മധുരമാണെങ്കിൽ കേൾക്കാനുള്ളത് അതിമധുരകരമായ കാര്യമാണ്. അതിന് സന്നദ്ധമാണ് ഈ സർക്കാർ, രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ എന്ന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. തീർച്ചയായിട്ടും സർക്കാരിന് അങ്ങനെയെങ്കിൽ ഈ സർക്കാർ വിജയിച്ചത് 5 വർഷത്തെ UDF ഭരണത്തിന്റെ പോരായ്മകളിൽ ഊന്നിക്കൊണ്ടാണ്. അന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ബാർക്കോഴ കേസ്, സരിതാ വിവാദം ഒക്കെ കൂടിയുള്ള വിഷയങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇപ്പോൾ ബാംഗ്ലൂർ കോടതിയിൽ നിന്നുണ്ടായ പക്ഷേ അത് നേരത്തെ അജിത്ത് പറഞ്ഞാണല്ലോ, ഞാൻ എന്നോട് യോജിക്കുന്നു. കുരുവിളയും മല്ലേലി ശ്രീധരൻ നായരും ഒക്കെ ഈ സരിതയുമായി ബന്ധപ്പെട്ടും പരാതികളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം പറഞ്ഞ രണ്ടാമത്തെ വിഷയം ശങ്കർ റെഡ്ഡിയുടെ കാര്യമാണ്. ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ശങ്കർ റെഡ്ഡിയുടെ കാര്യം ഈ സരിത കേസ് അന്വേഷിക്കുന്ന കമ്മീഷൻ മുമ്പാക്കി കൊടുത്ത ഒരു മൊഴി അനുസരിച്ചാണ് കേസ് അന്വേഷിക്കണമെന്ന് തൃശ്ശൂർ വിജിലൻസ് കോടതി കിട്ടുന്നു. അന്വേഷിക്കാൻ വിജിലൻസ് ജഡ്ജി ഉത്തരവിടുന്നു. ആ ഉത്തരവിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റേ ഉത്തരവ് കിട്ടി. ആ സ്റ്റേ ഉത്തരവ് പിന്നീട് അത് ഹൈക്കോടതി ഈ ഉത്തരവ് തന്നെ ക്വാഷ് ചെയ്തു, തള്ളിക്കളഞ്ഞു, റദ്ദാക്കി. അങ്ങനെ റദ്ദാക്കിയ ഒരു കേസ്, ഒരു ഹൈക്കോടതി വിധി നിൽക്കെ അത് സംബന്ധിച്ച പരാതികൾ അന്വേഷിക്കാൻ ശങ്കർ റെഡ്ഡിക്ക് അധികാരമില്ല. അങ്ങനെയാണ് ശങ്കർ റെഡ്ഡിയുടെ മേശയ്ക്കകത്തോ ബന്ധപ്പെട്ട ക്ലർക്കിൻ്റെ മേശയ്ക്കകത്തോ ഈ പരാതികൾ ഇരിക്കുന്നത്. അല്ല, കിട്ടിയ പരാതികൾ 6 മാസത്തോളം അദ്ദേഹം പൂഴ്ത്തിവെച്ചു. ഇന്നലെ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറുടെ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ മേശയ്ക്കുള്ളിൽ നിന്നും ഈ പരാതി കിട്ടി. പായ്ച്ചറ നവാസ് എന്ന ഒരു വ്യക്തി തന്നെ, വിവരാവകാശ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഒരാൾ തന്നെ നൽകിയ കത്തിൽ ആ പരാതി സ്വീകരിക്കാൻ ശങ്കർ റെഡ്ഡി തയ്യാറായില്ല. ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി റിസീവ്ഡ് എന്ന രീതിയിൽ എഴുതി ഒപ്പിട്ട് ആ പരാതിയിൽ വാങ്ങിക്കേണ്ട ഗതികേട് വന്നത്. പീപ്പിൾ TV കഴിഞ്ഞ ദിവസം അത് വാർത്തയാക്കിയതാണ്. അതെ, ഇപ്പം അത് ഏതായാലും വേറൊരു കോടതി മുമ്പാക്കി അന്വേഷണത്തിൽ വരികയാണല്ലോ. ഞാൻ അറിഞ്ഞത് അങ്ങനത്തെ ആ പരാമർശത്തിന്മേലുള്ള അന്വേഷണത്തിന് കോടതിയുടെ വിലക്കുണ്ടായിരുന്നു. അതായത് വിജിലൻസ് തൃശ്ശൂർ വിജിലൻസ് കോടതി ഇട്ട ഉത്തരവ് അത് ഹൈക്കോടതി ആദ്യം സ്റ്റേ ചെയ്തു. പിന്നീട് ഹൈക്കോടതി അത് റദ്ദാക്കി, ആ ഉത്തരവ് തന്നെ റദ്ദാക്കി. ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കെ, അങ്ങനെ റദ്ദാക്കിയ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലിരിക്കെ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസിന് ബുദ്ധിമുട്ടുണ്ട്, തടസ്സമുണ്ട്, നിയമപരമായ തടസ്സമുണ്ട്. അതായിരിക്കാം. പക്ഷെ ഏതായാലും കോടതിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ വരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തയ്യാറല്ല എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്ന നിലപാട് ശരിയാണോ ധാർമ്മികമായി? അല്ല, അത് ശരിയല്ല. ആ ഗവൺമെന്റിന്റെ കാലത്ത് അപ്പോഴാണ് ഗവൺമെന്റിന്റെ സ്വാധീനത്തെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വെറും ആക്ഷേപങ്ങളും ആരോപണങ്ങളും. ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ കാര്യം വേറെ. രാഷ്ട്രീയമായിട്ട് ഇപ്പം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, രാഷ്ട്രീയമായിട്ട് നേരിടും. പക്ഷേ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വാദം അതാണ്. കാരണം ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഒരു ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. ആ വിലക്ക് മറികടന്നുകൊണ്ട് ഗവൺമെൻറ്റിനെ ക്രൂശിക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ രക്ഷപ്പെടുത്താനോ ഒരു ഉദ്യോഗസ്ഥൻ, ശങ്കർ റെഡ്ഡി എന്ന ഉദ്യോഗസ്ഥൻ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം. അങ്ങനെ സ്വീകരിച്ചില്ല എന്നും പറഞ്ഞ് ഇപ്പോഴത്തെ ഡയറക്ടർ കയറി അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി അതെല്ലാം കൂടെ എടുത്ത് വിജിലൻസ് കോടതി കൊടുക്കുന്നതും ശരിയല്ല. ഇപ്പോൾ CBI പറയുന്നുണ്ടല്ലോ ഒരു കാര്യങ്ങൾ ഈ മാനം കണ്ടില്ലല്ലോ. കോടതി പറഞ്ഞത് അത് തീർച്ചയായും യുക്തമാണ്, അതുകൊണ്ടാണല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചത്. അല്ല, കോടതിയുടെ മുമ്പിലേക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് പോയിട്ടുണ്ടാവില്ല. വിജിലൻസ് കോടതിയേക്കാൾ വലുതാണല്ലോ ഹൈക്കോടതി. തീർച്ചയായും ആ ഉത്തരവ് കൊണ്ടുപോയി കാണത്തില്ല. ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയത്തിലേക്കാണ് നമ്മൾ ഇപ്പം എത്തുന്നത്. അതേപോലെ തന്നെയാണ് CBI അന്വേഷണം ജേക്കബ് തോമസിനെതിരെ. ഒരു നിസ്സാര കാര്യം, ജേക്കബ് തോമസ് 4-5 മാസം 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ അവധി എടുത്തിട്ട് കൊല്ലത്തെ TKM മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനം നടത്തി.
പക്ഷേ അത് ഇപ്പോൾ CBI അന്വേഷിക്കാവുന്നു. സാധാരണഗതിക്ക് CBI ഇതൊന്നും കയറി ഞങ്ങൾക്കൊന്നും വയ്യ എന്ന് പറയും. ഏത് സാക്ഷാൽ നമ്മുടെ വളരെ ചീപ്പായി പോയി അത്. സാക്ഷാൽ പിണറായി വിജയനെതിരെയുള്ള കേസുണ്ടല്ലോ, ആ കേസ് പോലും CBIക്ക് അന്വേഷിക്കാൻ വയ്യെന്ന് പറഞ്ഞതാണ്. അതല്ല യഥാർത്ഥത്തിൽ അപ്പോൾ എന്നിട്ട് രാഷ്ട്രീയമായിട്ട് സൈക്കോസിസ് അല്ല, യഥാർത്ഥത്തിൽ അതിന് കാരണങ്ങളുണ്ട്. അത്രയേറെ ആഴത്തിലുള്ള രാഷ്ട്രീയമാണ് ജേക്കബ് തോമസിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് കൂടിയാണ് അതിനകത്തുള്ള ധ്വനി. ശ്രീ KVS ഹരിദാസ്, താങ്കളിലേക്ക് എത്തിയാൽ, അതായത് നേരത്തെ ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കാനാണ് ശ്രീ അജിത് കുമാർ പറഞ്ഞതെങ്കിൽ പോലും അത് വലിയൊരു പെടാപ്പാടായിപ്പോയി. അതായത് സരിതയിൽ നിൽക്കുന്നതല്ല, അതിനും അപ്പുറത്തുള്ള സോളാർ മാനങ്ങൾക്ക് ഉത്തരവാദിയാണ് ഉമ്മൻചാണ്ടി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ഒരു മാനം അതിനുണ്ട് ശ്രീ KVS. ഒപ്പം ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ ശ്രീ ജേക്കബ് ജോർജിന്റെ ചില ഷാർപ്പായ നിരീക്ഷണങ്ങൾക്കും ശ്രീ KVS. ഞാൻ ആദ്യം ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് ഒരു വിയോജിപ്പ് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. CBI കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഈ റൈറ്റ് ടു സർവീസസ് ആക്ട് നിലവിലുള്ള സംസ്ഥാനമാണ്. 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പാസ്സാക്കിയതാ റൈറ്റ് ടു സർവീസസ് ആക്ട്. കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഒന്നാമത്തെ പേജിൽ തന്നെ കാണാം 10-14 ഐറ്റംസ് ഉണ്ട്. ഒരു പരാതി കേരള പോലീസിന് കിട്ടിയാൽ അതുമ്പോൾ പോലീസ് അതോറിറ്റി എത്ര ദിവസത്തിനകത്ത് തീരുമാനം എടുക്കണം. അത് മയക്ക് സാങ്ഷൻ മുതൽ, ഒരു സാധാരണ പൊതുയോഗത്തിനുള്ള മയക്ക് സാങ്ഷൻ മുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരായ പീഡന കേസിൽ വരെയുള്ള പരാതികളിൽ ഇത്ര ദിവസത്തിനകത്ത് തീരുമാനം എടുക്കണമെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഫീസർ ഈസ് ബൗണ്ട് ടു ഡു ദാറ്റ്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് എന്താ, അത് അവിടെ വിജിലൻസ് കോടതിയുടെ സ്റ്റേ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് അന്വേഷണം നടത്തിയില്ലായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ പെറ്റീഷൻ്റെ പുറത്ത് DGP ആണെങ്കിൽ, അഡീഷണൽ DGP ആണെങ്കിൽ, അതിൽ കൺസേൺഡ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്താത്തതിനുള്ള റീസൺ ആ പെറ്റീഷന്റെ പുറത്ത് എഴുതി വെക്കണ്ടേ? അതല്ലേ ഫയലുകളിൽ അനിവാര്യമായതുകൊണ്ട് മാത്രം സമയപരിമിതി കൊണ്ടാണ് താങ്കളിലേക്ക് തന്നെ എത്താം. ശ്രീ KVS താങ്കളിലേക്ക് തന്നെ, താങ്കൾക്ക് തുടരാം. ഞാൻ പറഞ്ഞു വന്നത്, അജിംഷാദെ, ഒരു കാരണവശാലും ഒരു പെറ്റീഷൻ കിട്ടിയാൽ അതിൻ്റെ പുറത്ത് നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എഴുതി വയ്ക്കാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത തീർച്ചയായിട്ടും ആ പോലീസ് ഓഫീസർക്കുണ്ട്. അതിൽ നിന്ന് അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് DGP ആണെങ്കിലും ശരിയാണ്, SI ആണ് ശരി, ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിലും ശരിയാണ്. കാരണം അതാണ് നാട്ടിലെ നിയമം. അപ്പോൾ അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ആ പെറ്റീഷൻസ് മുഴുവൻ മുക്കിയത് തന്നെയാണ്. അതിൽ നിസ്സാരക്കാരുടെ അല്ല, ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാറിൻ്റെ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുക്കിയത് തന്നെയാണ്. പിന്നെ അജിംഷാദെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ ADGP ആയിരുന്ന ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത്? എക്സ്കേഡർ പോസ്റ്റ് മാത്രം ഇരിക്കാവുന്ന തസ്തികയാണ്. ആ തസ്തികയിലേക്ക് ADGP ആയ ശങ്കർ റെഡ്ഡി അന്ന് കെട്ടിയിറക്കി കൊണ്ടുവന്നത് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ബാധ്യത ശങ്കർ റെഡ്ഡി നിറവേറ്റിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അയാൾ അതിനകത്ത് കള്ളക്കളി കാണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അതിനകത്ത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നു അന്വേഷണം നടത്താൻ പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് പഴയ കാലത്തെ പോലെ അല്ല എന്നുള്ളതാണ്. നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അനാവശ്യമായിട്ട്. പക്ഷേ രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റെല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. അതിൽ അവർ വീഴ്ച വരുത്തുമ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ കാര്യങ്ങളിലേക്ക് എത്താം. അതായത് ഇത്തരത്തിൽ നേരത്തെ KVS ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു വലിയ പക്ഷപാതിത്വം, എന്തിന് ഭരണകൂടത്തിൻ്റെ അനധികൃത പ്രവർത്തിക്ക് ഒരു ഉദ്യോഗസ്ഥൻ ചുക്കാൻ പിടിക്കുന്നു എന്ന രീതിയിലേക്ക്, അതായത് ശങ്കർ റെഡ്ഡിയെ അവിടേക്ക് കെട്ടിയിറക്കിയത്, ആ വാക്ക് KVS ഉദ്ധരിച്ചത് ശരിയാണ്, അത്തരത്തിൽ കെട്ടിയിറക്കിയത്. 2 പരാതികൾ പൂഴ്ത്തിവെക്കുന്നു, അതിനെക്കുറിച്ച് ഒരു വ്യവസ്ഥയുണ്ട് രാജ്യത്ത്. ഇതൊക്കെ അട്ടിമറിച്ച് അതിനെ എങ്ങനെ കാണണം? കോടതി ഉത്തരവോടെ നിൽക്കട്ടെ രാഷ്ട്രീയമായി. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDFൻ്റെ ഭരണകാലത്ത് ഇവിടെ കെട്ടി ഇറക്കിയതുപോലെ തന്നെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. രണ്ടും നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറെ അവർക്ക് താല്പര്യമില്ലാത്ത സന്ദർഭത്തിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റി കെട്ടി കയറ്റി.
എന്നാൽ ഇവർക്ക് താല്പര്യം വരുന്ന ഏത് സന്ദർഭത്തിലും ഇറക്കാൻ പറ്റിയ ഒരാളാണ് ശങ്കർ റെഡ്ഡി എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ട് കാര്യകാരണ നിയമം, ഒരു കാര്യത്തിന് ഒരു കാരണമുണ്ട്, ഒരു കാരണത്തിന് ഒരു കാര്യമുണ്ട്. കാര്യമില്ലാത്ത കാരണമോ കാരണമില്ലാത്ത കാര്യമോ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ആ നിയമമുണ്ട്, പ്രപഞ്ച നിയമമാണിത്. അപ്പോൾ അങ്ങനെ ബാധകമാണ്, എല്ലാവരും ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ ശങ്കർ റെഡ്ഡിയെ കെട്ടി ഇറക്കുന്നതിനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡയറക്ടറെ, നമ്മൾ തന്നെ അതിന് ശേഷം നിശ്ചയിച്ചിട്ടുള്ള ഡയറക്ടറാണല്ലോ, അദ്ദേഹത്തെ കയറ്റി കൊണ്ടുപോകുന്നതിനും കൃത്യമായിട്ടുള്ള കാര്യമുണ്ട്. ആ കാര്യം എന്താ? കാര്യത്തിന് കാരണമുണ്ട്. കൊണ്ടുപോയി എന്നുള്ളതാണ്, ഇറക്കി കൊണ്ടുവന്നു, മേലോട്ട് കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് ഉണ്ടായ കാര്യം. ആ കാര്യത്തിൻ്റെ കാരണം എന്താണ്? ആ കാരണം അല്ല, ആ കാരണം ഞാൻ തന്നെ പറയാം. ആ കാരണം ഉമ്മൻചാണ്ടിക്ക് പറ്റുന്ന എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് വ്യാഖ്യാനിച്ചാൽ ഈ പറയുന്ന മുഴുവൻ അഴിമതിയും ജീർണതയും മൂടി വെക്കാനാവുന്ന, അത് ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDFൻ്റെ കാലത്തെ മന്ത്രിമാർക്കാകെ, ഏതെങ്കിലും ഒരു മന്ത്രിക്കുമല്ല, ഇവർക്കാകെ സംരക്ഷണം ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ വൃന്ദം വേണം. അതിപ്പോൾ ഒരു ശങ്കർ റെഡ്ഡി മാത്രമൊന്നുമല്ല, അത് സലീം രാജ് മുതൽ ഇങ്ങോട്ടുണ്ട്, അതെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവരെയല്ല, അതുപോലെ തന്നെ പി എമാരായിട്ട് എടുത്തിട്ടുള്ള ചോപ്പനും എമ്മാതിരി എല്ലാ സീസും ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് അവിടെയെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഈ അഴിമതി, സ്വജനപക്ഷപാതപരമായ നിലപാട്, അതുപോലെ തന്നെ ജീർണമായ ബന്ധങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി പറ്റാവുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി നിയോഗിക്കുക, വിന്യസിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ശക്തിയായിട്ട് പീഡിപ്പിക്കുന്ന നിലയാണ്. അതാണ് ശ്രീ അജിത് കുമാർ, അതായത് പീപ്പിൾ TV ആണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തെത്തിക്കുന്നത്. PV കുട്ടൻ എന്ന ഞങ്ങളുടെ ലേഖകൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ അവിടെ ഇത് അവതരിപ്പിക്കാനിരുന്ന ആളാണ് ഞാൻ. അന്ന് മുതൽ ഉള്ള കാര്യങ്ങൾ തികച്ചും LDFൻ്റെ ഉപരോധം ശക്തമായ സമയം അടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം എന്ന വാർത്തകളിൽ വന്നത്, പ്രതിപക്ഷം ആരോപണങ്ങളായി രാഷ്ട്രീയമായി ഉന്നയിച്ചത്, അതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞിരുന്ന കോണുകളാണ് ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത് കോടതിയുടെ ഉത്തരവുകളിൽ. അജി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഏത് സർക്കാർ വന്നാലും ഉദ്യോഗസ്ഥരുടെ ഒരു വിധേയത്വം എന്ന് പറയുന്നത് ബ്യൂറോക്രസിയുടെ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് മാറും, ജുഡീഷ്യറിയോ നമ്മൾ ലെജിസ്ലേച്ചറിൻ്റെ സ്വഭാവം മാറുമ്പോഴാണല്ലോ എക്സിക്യൂട്ടീവ് മന്ത്രി നമ്മൾ മാധ്യമങ്ങൾ മാറിയാലും അല്ലെങ്കിൽ ജുഡീഷ്യറി മാറിയില്ലെങ്കിലും ഒക്കെയുള്ള. പക്ഷേ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പുതിയ ഒരു പാർലമെൻറ്റിലായാലും ശരി അസംബ്ലിയിലായാലും ശരി, ഭരണ ഒരു 5 കൊല്ലം കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം അനുസരിച്ച് സർക്കാരുകൾ മാറുമ്പം അതനുസരിച്ച് മാറി വരുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കൊടിയുടെ നിറങ്ങൾക്കനുസരിച്ച് വിധേയത്വം പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു വലിയ അടിമത്വ മനോഭാവത്തിലാണ് നമ്മുടെ ബ്യൂറോക്രസി, പ്രത്യേകിച്ച് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. താങ്ക് ഗോഡ് നമ്മുടെ ആർമി, നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് ഒന്നും അതിന് വഴങ്ങുന്നില്ല. അത് ഇന്ത്യയുടെ മഹാഭാഗ്യം. അതുകൊണ്ട് അതാ ഞാൻ പറയാം, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന്. അതെ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം തന്നെ അജി, ഞാൻ ഒരു മിനിറ്റ് കൂടുതൽ തരണേ. ഇപ്പം തന്നെ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കേരളത്തിലെ പോലീസുകാർക്ക് രാഷ്ട്രീയമായിട്ട് സംഘടിക്കാനുള്ള ഒരു അനുവാദവും അവസരവും കൊടുത്തു ശ്രീ E.K. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്. പോലീസുകാർക്ക് ഒരിക്കലും അങ്ങനെ അവകാശം കൊടുക്കാൻ പാടില്ലായിരുന്നു. പോലീസുകാർക്ക് രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷമായിട്ടൊരു പരാതി ഇടുമ്പോൾ അന്വേഷിക്കാൻ കഴിയില്ല. അതല്ല ഇപ്പോൾ നമ്മുടെ വിഷയം. അപ്പോൾ രാഷ്ട്രീയ അതിലെ ഒരു അജിത്ത് സെക്രട്ടേറിയറ്റിന് താഴെ വെച്ച് സരിതയിൽ നിന്ന് പണം വാങ്ങി. ഞാൻ പറഞ്ഞു വന്ന അതാണ് ഈ അജിത്ത്. ഞാൻ ജെ അജിത്താണ്, മറ്റേന്തോ GR അജിത്ത് എന്നാണ്. അപ്പോൾ അതല്ല. അപ്പോൾ എന്ത് പെട്ടെന്നാണ് ഈ GR അജിത്തിൻ്റെ സംഘടന നിഷ്പ്രഭമാവുകയും അവരൊക്കെ അയാളിപ്പോൾ പറഞ്ഞ ട്രാഫിക് ഡ്യൂട്ടിയിൽ എല്ലാ ബഹുമാനത്തോളം എല്ലാ ജോബിനും അവൻ്റെ ബഹുമാനത്തോടെ നമ്മൾ സല്യൂട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ ആ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു എന്ന് പറയുന്ന ആ പോലീസുകാരൊക്കെ ഇപ്പോൾ അവരാണ് അഹമഹവിഹ നമ്മൾ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ മുഴുവൻ LDFൻ്റെ കയ്യിലായി. അപ്പം അതാന്ന് പറയുന്നത് അല്ലല്ല, അതല്ല ഞാൻ പറയും. അപ്പോൾ ഈ ഭരണത്തോടുള്ള വിധേയത്വം നമ്മുടെ ബ്യൂറോക്രസി വെച്ച് പുറത്തു നിർത്തുന്ന കാര്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതവിടെ ശങ്കർ റെഡ്ഡിക്കെതിരെ ശങ്കരഡ്ഡിക്കുള്ള അതൊന്നുമല്ല. ബഹുമാനായ ഗോവിന്ദമാഷ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തറിയാമോ? അപ്പം ഈ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനോടൊപ്പം ഒരു അനുചര വൃന്ദത്തിന് കൊണ്ടു നടന്നു എന്ന് പറയുമ്പോൾ
ആരായാലും അവനവൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒന്നിലോ സ്വന്തം മരുമോളെയോ അല്ലെങ്കിൽ ചേട്ടൻ്റെ മരുമോളെയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിയമിക്കുകയോ അല്ലെങ്കിൽ ഉന്നതമായ പദവികൾ കൊടുക്കുകയൊക്കെ ചെയ്യും. എല്ലാ സർക്കാരിൻ്റെ കാര്യത്തിലും ഉണ്ടാവും. ഇപ്പോൾ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ ഗവൺമെന്റായിട്ട് വെച്ചാലും അല്ലെങ്കിൽ വെക്കുന്നതല്ല. ശ്രീ ജോപ്പന്റെ സ്ഥിതി എന്ത്? അല്ല പറയട്ടെ, സെലിം രാജിന്റെ സ്ഥിതി ഞാൻ പറയട്ടെ. ഞാൻ തീർന്നില്ല. ഇപ്പൊ നമുക്ക് 2016 മെയ് 16 ഇലക്ഷൻ നടന്നു. 19 ഇലക്ഷൻ റിസൾട്ട് വന്നു. 25 തീയതി പുതിയ മന്ത്രിസഭ വന്നു. ബഹുമാന്യ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉപരിയായിട്ട് അദ്ദേഹം എത്ര ഉപദേഷ്ടാക്കളാണ് നിയമിച്ചത്? ഉപദേഷ്ടാക്കൾ, മാധ്യമരംഗത്ത് ഉപദേഷ്ടാവ്, നിയമരംഗത്ത് ഉപദേഷ്ടാവ്, പിന്നെ ശാസ്ത്രരംഗത്ത് ഉപദേഷ്ടാവ്, സാമ്പത്തിക രംഗത്ത് ഉപദേഷ്ടാവ്, ഇതൊക്കെ അദ്ദേഹത്തിന് വിശ്വാസമുള്ളവരാണല്ലോ അദ്ദേഹം വയ്ക്കുന്നത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തതെങ്കിൽ തെറ്റാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ല വിഷയം, അതല്ല. സെലിം രാജ് എന്തിനാണ് സെലിം രാജിനെ മാറ്റിയത്? എന്തിനാണ് ജോപ്പനെ മാറ്റിയത്? എന്താണ് ജിക്കുമോനെ മാറ്റിയത്? ഡൽഹിയിലെ പയ്യൻ ആരോപണം വന്നു. ഇവരൊക്കെ എന്തുകൊണ്ട് ഏത് ഘട്ടത്തിൽ ആരോപണം വന്നപ്പോഴല്ല, അതിൽ നിന്ന് കരകയറാനാകുന്നില്ല എന്ന സ്ഥിതി വന്നപ്പോൾ താൻ രാജിവെക്കുന്നതിന് പകരം അവരെ ബലിയാടാക്കി മാറുകയായിരുന്നു ചെയ്തത്. അവർക്കെത്തിയ ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്തത് ആരാണെന്നാണ് പറയുന്നത്. ശ്രീ അജിത് കുമാർ, താങ്കളെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. ഇത് പറയുമ്പോൾ ജനം കൂടി അത് കാണുന്നു. തീർച്ചയായും കെവിയസ്, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പിന്നീട് പിടിവീഴുന്നു. നമുക്കറിയാം, പറയാറുള്ളത് പോലെ എപ്പോൾ അധർമ്മം ഉണ്ടാകുന്നുവോ അന്നേരം ധർമ്മത്തെ സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കും. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം രാഷ്ട്രീയത്തിൻ്റെ മുഖത്തിലാകാം അങ്ങനെ അവതരിക്കുക, അല്ലെങ്കിൽ ജുഡീഷ്യറി ആകാം. ഇവിടെ ഇന്നലെ ബംഗളൂരു കോടതി, ഇന്ന് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി, ഇന്നലെ ഉമ്മൻചാണ്ടി, ഇന്ന് ഉമ്മൻചാണ്ടിയെ അന്ന് സഹായിച്ച ശങ്കർ റെഡ്ഡി, ഇവരൊക്കെ ചെയ്തിരുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പേരിലാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതിനെ എങ്ങനെ കാണണം എന്ന് അവസാനമായി അജിംഷാദ്, എനിക്കിപ്പോൾ ഗോവിന്ദ മാഷ് ഇവിടെ ചർച്ചയിലുണ്ടല്ലോ. അദ്ദേഹം CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പത്രാധിപരാണ്, മുഖ്യ പത്രാധിപരാണ് ദേശാഭിമാനിയുടെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം, ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ ഗവൺമെൻറ്റിന് കഴിയണം. കാരണം അഴിമതി നടത്തുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പ്രൈമ ഫാസി കണ്ടാൽ, മാഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വില്ലേജ് ഓഫീസിലെ പ്യൂണാണെങ്കിൽ, ഒരു ക്ലർക്കാണെങ്കിൽ, ഈ താലൂക്ക് ഓഫീസിലെ ഒരു ക്ലർക്കാണെങ്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ അവൻ്റെ ഗതി എന്തായിരിക്കും? ഇവിടെ ഈ IAS-കാരനും IPS-കാരനും ഒക്കെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മേലിലും അല്ലെങ്കിൽ മറ്റ് ഭരണകർത്താക്കളുടെ മേലിലും നടത്തുന്ന സമ്മർദ്ദങ്ങളുടെ വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നില്ല. ഇവിടെ വിജിലൻസ് എൻക്വയറി വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രകടനമായിട്ട് മുഖ്യമന്ത്രി ഇടയ്ക്കടുത്ത് നിവേദനം കൊടുക്കാൻ പോകുന്ന IAS-കാരെ കാണുന്നില്ലേ? അതിൽ ഈ ടോം ജോസിനെ പോലെ അഴിമതി നടത്തി എന്ന് സർവ്വരും സമ്മതിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കൂട്ടരൊക്കെ നടക്കുന്നത് പലപ്പോഴും. ഞാൻ സൂചിപ്പിച്ചത്, പ്രൈമ ഫാസി കേസുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിന് ചാർജ് ഷീറ്റ് കൊടുക്കുകയും അവർക്കെതിരായിട്ട് റൂൾസ് അനുസരിച്ച് നടപടിയെടുക്കാൻ ഗവൺമെൻറ് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ട് 6 മാസമെങ്കിൽ 6 മാസം മാറ്റി നിർത്തട്ടെ എന്ന്. അങ്ങനെ നടക്കുന്നു വന്നാൽ ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പേടിക്കും പലപ്പോഴും. ഇപ്പോൾ പേടിയില്ല ഇപ്പോൾ ഇവർക്കാർക്കും. കാരണം ഭരണകൂടം മാറിക്കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഈ ഒന്നാമത്തെ നമുക്കറിയാം നമ്മുടെ ഒരു വിജിലൻസ് കേസിൻ്റെ അവസ്ഥ. പാമോലിംഗ് കേസിൻ്റെ കഥ നമ്മൾ കണ്ടതല്ലേ? ഒരു കേസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇൻ്ററിയം സ്റ്റേജിലും ഇവർ സുപ്രീം കോടതി വരെ പോകും. ആ വിജിലൻസ് കോടതിയിലെ കേസ് അവിടെ കിടക്കും. തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല കോടതികൾക്ക്. അതല്ലേ നമ്മുടെ മുമ്പിൽ കാണുന്നത്. എത്ര കൊല്ലം കൊണ്ടാണ് കേസ്, ഈ കേസൊക്കെ തീരുമ്പോഴത്തേക്ക് ഇവനൊക്കെ റിട്ടയറും ചെയ്തിട്ടുണ്ടാവും, ഇതിലുണ്ട സാക്ഷികളും ഉണ്ടാവില്ല, പ്രതികളും ഉണ്ടാവില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ചെയ്യാവുന്നത്, പ്രൈമ ഫാസി കേസുണ്ടെന്ന് അറിഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റേണായിട്ട് ആക്ഷൻ എടുക്കുമെന്ന് വന്നാൽ ഇത് ഭാവിയിലെങ്കിലും കുറെയെങ്കിലും കുറയും. ശ്രീ അജിത് കുമാർ, അങ്ങനെയുള്ള ഒരു അനധികൃത അനുചര വൃന്ദന്മാരുമായി നടന്നിരുന്നു, ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണക്കെടുപ്പ് ഇപ്പോൾ കോടതി മുറികളിൽ നിന്നും ആരംഭിച്ചു. അതുകൊണ്ടാണോ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിക്ക് പിന്തുണ ലഭിക്കാത്തത്? ഉമ്മൻചാണ്ടി ഇന്ന് ആരും പിന്തുണച്ചില്ല. ശ്രീ അജിത് കുമാർ, താങ്കൾ മറുപടി പറഞ്ഞേ പറ്റൂ. അല്ല, തീർച്ചയായിട്ടും ഗോവിന്ദ മാഷ് പറഞ്ഞതിൻ്റെ കൂടെയുള്ള ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ KVS അവിടെ നിന്ന് പറയുണ്ടായി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിധേയത്വത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ വില്ലേജ് മാനോ അല്ലെങ്കിൽ വില്ലേജ് മാൻ ശിക്ഷിക്കപ്പെടുകയും റവന്യൂ സെക്രട്ടറി രക്ഷപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അതുപോലുള്ള കാര്യമാണ് ബഹുമാന്യ ശ്രീ KVS പറഞ്ഞത്. ശ്രീ ബഹുമാന്യ ഗോവിന്ദ മാഷും അതിനെ വിയോജിക്കത്തില്ല.
ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിൽ ബ്യൂറോക്രസിയിലുള്ള അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം ഏത് സർക്കാരും അത് പ്രതിജ്ഞാബദ്ധമാണ്, അവർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തന്നെയല്ല, ഈ സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് കൂടുതൽ പ്രതീക്ഷകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ വിധേയമായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച UDF-ന് ജനം കൊടുത്ത ഒരു ശിക്ഷയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് 2016 മെയ് 16 ജനഹിതത്തിലുള്ള വിധി, ജനവിധി അങ്ങനെ എതിരായിപ്പോയി. അത് അവർ അംഗീകരിച്ചു, പുതിയ സർക്കാർ വന്നു. പക്ഷേ ഇപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞതുപോലെ പുതിയ സർക്കാരിൽ ഒരുപാട് പ്രതീക്ഷകൾ ജനത്തിനുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഒരുപക്ഷെ വ്യവസായ മന്ത്രിയുടെ പദവിയിൽ നിന്ന് ശ്രീ E.P. ജയരാജൻ രാജിവെച്ചത് അതൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുചര വൃന്ദത്തിലേക്ക് ഇത് വലിച്ചഴക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് സോ സിമ്പിൾ. ഇന്നലെ സിമ്പിൾ. പിന്നെ താങ്കൾ പ്രതിരോധിക്കുന്ന ഈ വാക്കുകൾ പോലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് കേരളം കേട്ടില്ല. എന്തുകൊണ്ട്? ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പൊ അങ്ങനെ കോൺഗ്രസിൽ പ്രതികരണ തൊഴിലാളികൾ കുറവാണെന്ന് ഞാൻ പറയും. എന്നറിയാമോ, ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ പുനഃസംഘടനയൊക്കെ നടക്കുന്നതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥാനമോ അല്ലെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനമൊക്കെ മോഹിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആരെ ഒന്ന് ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കൊന്ന് അല്ല ചൊറിഞ്ഞാൽ എന്ന് പറയാം, ഒരു ചൊറിയച്ചിലും ആകും പുറംചൊറിച്ചിലും ആകും, രണ്ടിനും വ്യത്യാസമാണ്. ചൊറിയുക എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യാൻ, പുറംചൊറിയിൽ സൂചിപ്പിക്കലുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു യുവ MLA VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് കമൻറ്റിനെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. മൈ പോയിന്റ് ഈസ്, അജി ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറയുന്നത്, ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ച് ആരും വന്നില്ലല്ലോ എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇതൊരു അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഈ പ്രായത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കരിനിഴൽ വീഴുന്നു, ഉമ്മൻചാണ്ടിയെ അന്ന് സഹായിച്ച ആളിന് തൊറ്റു പിറ്റേന്ന് കരിനിഴൽ വീഴുന്നു. ഇതിനെ അങ്ങനെയാണോ ശ്രീ എം വി ഗോവിന്ദൻ? ഒരിക്കലുമല്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ സ്ഥിതിക്ക് അദ്ദേഹം സാധാരണഗതിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യവും കാരണവും വെച്ച് കട്ട് ആൻഡ് റൈഡായി പറയുന്ന ആളായിരുന്നു ശ്രീ അജിത് കുമാർ. ശ്രീ അജിത് കുമാർ ഇവിടെ ഉത്തരവുണ്ട്. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഈ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഇത് മൂന്നും ചേർന്നിട്ടുള്ളതാണ് ഭരണകൂടം. അതെ, ലെജിസ്ലേച്ചറിൽ മാത്രമേ ഇവിടെ മാറ്റം വന്നിട്ടുള്ളൂ. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മാറാതെ നിൽക്കുകയാണ്, തുടർച്ചയായിട്ട് നിൽക്കുകയാണ് ആ പ്രക്രിയ. ഇതിൻ്റെ അകത്ത് ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ വർഗ നിലപാടും മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ വർഗ നിലപാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന് അനുകൂലമായി ഇന്നുള്ള ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായ എക്സിക്യൂട്ടീവ് വർഗപരമായൊരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കാണുന്നേ ഇല്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ വരുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്ന്, രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിക്കുക. ഫസ്റ്റ് അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉദ്യോഗസ്ഥ തലം വരെയുള്ള എല്ലാറ്റിൻ്റെയും മേലെ ഫലപ്രദമായിട്ട് ഇടപെട്ട് പടിപടിയായി ഇതിനെ കുറച്ചു കൊണ്ടുവരിക. പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനാവുന്നൊന്നുമല്ല ഞാൻ ധരിക്കുന്നത്, പക്ഷേ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. രാഷ്ട്രീയ അഴിമതി ഇല്ലാതാക്കുകയും ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെയുള്ള അഴിമതി അവസാനിപ്പിക്കുമെന്ന് അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ ഒരുപാട് തലത്തിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ IAS IPS ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ തന്നെയും ചേരിതിരിവുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടല്ലോ. മുമ്പേ അത് ഇന്നലെ ഉണ്ടായതൊന്നുമല്ല, വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ അളവുകോലായിട്ട് എടുക്കേണ്ടത് എന്താ? സത്യസന്ധരായിട്ടുള്ളവരും അഴിമതിക്കാരും ഉണ്ട്. അഴിമതിക്കാരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, സത്യസന്ധരായിട്ടുള്ള ആളുകളെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ അഴിമതിക്കാരായിട്ടുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്താണ് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടത്? അല്ല, അവരെ മർമ്മപ്രധാനമായ സ്ഥാനത്ത് നിന്ന് മാറണം. അതിനെന്താണ് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടത്? സംശുദ്ധതയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം. ആ ഉദ്യോഗസ്ഥന്മാരെ അതിന് പകരം വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ താഴെ തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചല്ലേ നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലപ്പോൾ അപ്പുറം ഇപ്പുറം കോൺഗ്രസും മാർക്സിസ്റ്റും CPIയും BJP ഒക്കെ കളിക്കുന്ന പോലീസ് ഉണ്ടാവും. അതല്ലല്ലോ യഥാർത്ഥത്തിൽ ബ്യൂറോക്രാറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. ഇവിടെ IAS IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരാണ്. അവരെ നമുക്ക് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സത്യസന്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നല്ല അഴിമതി ജീർണത ബാധിച്ച ആളുകളുമുണ്ട്. ഞാനിപ്പോൾ എല്ലാവരുണ്ട്.
അതായത് ഭരണകൂടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ നടന്ന സംവിധാനത്തിനകത്തുണ്ട്. കോടതി വിധി അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ തന്നെ കാണണം. അങ്ങനെ വരുമ്പോൾ എന്താ അല്ല, ശ്രീ KVS ചൂണ്ടിക്കാണിച്ച ഒരു വില്ലേജ് ഓഫീസർ മാത്രമല്ല, റവന്യൂ സെക്രട്ടറി വരെ ഒക്കെ വളരെ താഴെ തലത്തിലുള്ളതാണ്. റവന്യൂ സെക്രട്ടറി പോയ IAS കാരൻ പോലും നേരെ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ളയാണ് യഥാർത്ഥ കൊള്ള. ആ കൊള്ളയെ മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതാണ് പർവ്വതീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാറ്റിനെയും ഫലപ്രദമായിട്ട് നേരിടാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സത്യസന്ധമായിട്ടുള്ള നിലപാടും അതിനെ തുടർന്ന് കൃത്യതയോടുകൂടിയുള്ള സമീപനവും സ്വീകരിച്ചുകൊണ്ടല്ലാതെ അതിന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെയും പരിപൂർണമായ പിന്തുണ നേടിക്കൊണ്ടല്ലാതെ തീർച്ചയായിട്ടും കേരളത്തിൽ തീർച്ചയായും ഇങ്ങനെയാണ് ചർച്ച അവസാനിക്കുമ്പോൾ. പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും, മൂടിവെക്കാനാകില്ല ആർക്കും. ഇന്നലെ ഉമ്മൻചാണ്ടിക്ക് നേരെ ഒരു ചോദ്യചിഹ്നം കോടതിയിൽ നിന്ന്, ഇന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ മറ്റൊരു ചോദ്യചിഹ്നം. ഇനി ആരൊക്കെയാണോ ആവോ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമായി. നമസ്കാരം.